അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ വിദ്യ പറഞ്ഞ പോലെ രുചികരമായ ഭക്ഷണം ആസ്വദിക്കാം, അതുപോലെ തന്നെ നല്ല സംഗീതം, നല്ല നൃത്തം കാണാം. അങ്ങനെ ഇവിടെ വരുന്നവർക്കൊക്കെ, ഈ വേദിയിലൊക്കെ വരുന്നവർക്ക്, ആശ്രമ മൈതാനത്ത് വിവിധ വേദികളിലൊക്കെ എത്തുന്നവരൊക്കെ വളരെ ആസ്വാദനത്തിൻ്റെ, എല്ലാ തരത്തിലുള്ള ആസ്വാദനത്തിൻ്റെ നിമിഷങ്ങളാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലളിത സംഗീത മത്സരം ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ലളിത സംഗീത മത്സരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയ 2 മിടുക്കന്മാർ നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം അഭിരാമുണ്ട്, പിന്നെ ദേവനാരായണനുണ്ട്. അഭിരാം, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? നല്ല ടഫായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു മത്സരിക്കാൻ, അറിയോ? 15 പേരുണ്ടായിരുന്നു. ഏത് പാട്ടാ പാടിയത്? ഞാൻ എൻ്റെ ഗുരു തന്നെ സംഗീതം ചെയ്ത ഗോപികൃഷ്ണൻ മാടപ്പള്ളി എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എഴുതിയത്. ഗുരു ഭയങ്കര സുഗണനാണ്, കൊല്ലംകാരൻ തന്നെയാണ് അദ്ദേഹം. അപ്പം എൻ്റെ ഗുരു സംഗീതം ചെയ്ത പാഴ്മുളം തണ്ടിൽ എന്ന് പറഞ്ഞ ഒരു ലളിതഗാനമാണ്. ഒന്ന് നമുക്ക് പാടിക്കളയാം പെട്ടെന്ന് തന്നെ. പാഴ്മുളം തണ്ടിൽ ആരോ പാടിയ പാട്ടിൻ പല്ലവി കേട്ടു ഞാൻ. പാഴ്മുളം തണ്ടിൽ ആരോ പാടിയ പാട്ടിൻ പല്ലവി കേട്ടു ഞാൻ. മയങ്ങുമ്പോളൊരു മധുര സ്വപ്നം വന്നു മനസ്സിൽ ദ്വാപരമുണർത്തി. മധുരാപുരി നിർത്തി അമ്പാടി കണ്ണനെ കനവിലിരുത്തി. പാഴ്മുളം തണ്ടിൽ ആരോ പാടിയ പാട്ടിൻ പല്ലവി കേട്ടു ഞാൻ. ഇനി അഭിരാമിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ, സ്വന്തമായിട്ടൊന്ന്. ഞാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ ജയറാണി EMHS സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ അമ്മയും അങ്കിളിൻ്റെയും കൂടെയാണ്, എല്ലാവരും കൂടെയാണ് വന്നത്. എന്തായാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചയൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്, ഒരു ഫലം കിട്ടിക്കഴിഞ്ഞു അല്ലേ? എത്ര നാളായിട്ട് പാട്ട് പഠിക്കുന്നുണ്ടോ? ശാസ്ത്രീയമായി തന്നെ ശാസ്ത്രീയമായിട്ട് മുല്ലക്കര സുഗണൻ എന്ന് പറഞ്ഞ സുഗണൻ സാറിൻ്റെ അടുത്ത് 1.5 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. സിനിമാ ഗാനങ്ങളൊക്കെ കേൾക്കാൻ പാടാറുണ്ടോ? അങ്ങനെ പാടിയിട്ടില്ല. നമുക്കൊന്ന് പാടി ട്രൈ ചെയ്ത് നോക്കിയാലോ? എപ്പോഴും പാടാൻ ഇഷ്ടപ്പെടുന്ന, മനസ്സിൽ തോന്നുന്ന ഒരു സിനിമാ ഗാനം ഒന്ന് പാടിക്കേ. നീ കവിതകളാ കനവുകളാ കയൽ വിഴിയേ നികഴ്വതുവാ കന്തതുവാ ബദൽ മൊഴിയേ. உன்னோடு நஞ்சம் உறவாடும் வேலை தண்ணீர் கமலம் தானா. முகம் காட்டினே முழுவென் பனி கூடாதே நீ இல்லையே இதழோரமா சிறு புன்னகை நீ காட்டடி. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഈ പ്രേക്ഷകർ പതിവ് ആൺകുട്ടിയാണോ? ഒരു താരം തന്നെയാണ്. പെൺകുട്ടിയാണോ, കുട്ടിയാണോ? ആൺകുട്ടിയാണ്. ഓക്കെ. ഈ മുടിയൊക്കെ എങ്ങനെ വളർത്തിയിരിക്കുന്നത്? ആക്ടിംഗ് ഉണ്ട്. ഒന്ന് പറഞ്ഞു, സ്വന്തമായിട്ടൊന്ന് പറഞ്ഞേ. വെബ് സീരീസുകളിലും ഷോർട്ട് ഫിലിമിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ദേവനാരായണൻ. അതിനു വേണ്ടിട്ട് വളർത്തിയതാണ്, പിന്നെ വെട്ടിയില്ല. ആണല്ലേ? ഏതൊക്കെയാണ് ഇപ്പൊ ചെയ്ത വെബ് സീരീസ് ഒക്കെ? ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. വെബ് സീരീസ് ഇലിമ്പിക്ക എന്ന ഒരു വെബ് സീരീസ്, അതുപോലെ ഷോർട്ട് ഫിലിം ഐ എം യുവർ ഷാഡോ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ഞാൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ സീസൺ 3 സെക്കൻഡ് റണ്ണറപ്പാണ്. ആണല്ലേ? അപ്പം എല്ലാവർക്കും പ്രേക്ഷകർക്കൊക്കെ നല്ല പരിചിതമായ, സംഗീതം ഇഷ്ടപ്പെടുന്നവരൊക്കെ അല്ലെങ്കിൽ റിയാലിറ്റി ഷോ കൂടുതൽ കാണുന്നവരൊക്കെ അറിയാവുന്ന ഒരു മുഖമാണ്, ഒരു വ്യക്തിത്വം അല്ലേ? ഓക്കെ. ദേവനാർ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? ബോയ്സ് ആണോ? നമുക്കൊരു പാട്ട് പാടിയല്ലേ? ഇന്ന് ഏത് പാട്ടാ വേദിയിൽ പാടിയത്? ഞാൻ ഉന്നായി പാടി എന്ന പാട്ട്. ഉന്നായി പാടിയ നളചരിതത്തിലെ കണ്ണീരിൽ ഞാൻ വീണലിയുന്നു. ഉന്നായി പാടിയ നളചരിതത്തിലെ കണ്ണീരിൽ ഞാൻ വീണലിയുന്നു.
ആയി. എന്തായാലും ഞാൻ മാർക്കിടാനൊന്നും നിൽക്കുന്നില്ല. കാരണം സംഗീതജ്ഞരൊക്കെ മാർക്കിട്ട് ഉന്നതിയിൽ എത്തിച്ച ആളാണ്. ഇപ്പോൾ നല്ല പെർഫോമൻസ് അതിനും സമ്മാനം കിട്ടിയ ആളാണ്. ഓക്കെ, അതുകൊണ്ട് രണ്ടുപേരും അഭിരാം, ദേവനാരായണൻ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഭാവിയിൽ എല്ലാ ആശംസകളും നേരുകയാണ്. നിങ്ങൾ മികച്ച രീതിയിൽ സംഗീതത്തിൽ മുന്നേറട്ടെ എന്ന് ആശംസിക്കണം. എന്തായാലും കേരള വിശ്വ ഒരു ട്രോഫി കൂടി തന്നേക്കാം. ഓക്കെ, കൈയടിച്ചു, എല്ലാവരും കൈയടിച്ചു. ഓക്കെ, വളരെ നന്ദി ദേവനാരായണൻ ഒപ്പം ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന്. ഓക്കെ, താങ്ക് യു.